നമ്മളെ ക്യാപിറ്റൽ 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു 2 മാസം കൊണ്ട് എന്നുള്ളതാണ്. $54 കൊണ്ട് 70,13,000, അതായത് 70 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വാങ്ങൽ വിൽക്കൽ നടത്തി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് കൊണ്ട് വലിയ ബിസിനസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു സാധ്യതയാണ്. നമുക്കതുകൊണ്ട് ലാഭമെടുക്കാനുള്ള പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓരോരോ ട്രേഡിൻ്റെ ഹിസ്റ്ററി വെച്ച് പറയാൻ കാരണം എത്രയാണ് നമ്മൾ എടുക്കേണ്ട ലാഭങ്ങൾ, അതായത് നമ്മളൊരു ട്രേഡ് ഇട്ടാൽ എത്ര ലാഭം എടുക്കാം, എത്രയാണ് നമ്മൾ ലോസ് ആക്കുമ്പോൾ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ, നമസ്കാരം. ഐ ആം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് IT ക്ലബിലേക്ക് സ്വാഗതം. ഞാൻ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് യൂട്യൂബിൽ പലപ്പോഴും പ്രൊഫഷണൽ ട്രേഡർമാരൊക്കെ അവരുടെ P&L, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹമാണ്, നമുക്കും ഇതുപോലെ ലാഭം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നമുക്കും ഇതുപോലെ നമ്മുടെ പ്രോഫിറ്റുകൾ ആളുകൾക്ക് കാണിക്കാൻ കഴിഞ്ഞത്, അതൊക്കെ ഒരു സ്വപ്നമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ 2024 കഴിഞ്ഞ് 2025 വരുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻകം കൂടി നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ടതുണ്ട്, അത് വളരെ ഫാസ്റ്റായിട്ട് എത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും അതിനായിട്ട് നമ്മൾ ട്രേഡിങ് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ട്രേഡിങ് നമ്മൾ കോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആഴത്തിൽ പഠിച്ചപ്പോൾ സാധാരണക്കാരനുണ്ടാകുന്ന എററുകൾ എന്തൊക്കെയാണ്, അത് നമ്മളിലും വരുന്നത് കൊണ്ടാണ് ട്രേഡിങ്ങിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് എടുക്കാൻ കഴിയാത്തത് എന്ന് തിരിച്ചറിവുണ്ടാകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെന്തോ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും എന്ന് വരികയും അല്ലെങ്കിൽ ഇന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം, നമ്മളെ ട്രേഡിംഗ് രീതി മാറ്റുകയും ചെയ്തു. അങ്ങനെ 2025 നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ 4ഓളം അക്കൗണ്ടുകളിൽ ഡെമോ ട്രേഡുകൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ഓരോരോ ട്രേഡിംഗ് പാറ്റേണുകൾ അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജികൾ വ്യത്യസ്ത അക്കൗണ്ടുകളിലായിട്ട് നമ്മളെ സ്വഭാവം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡെമോ അക്കൗണ്ടുകളിൽ ട്രേഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പുതിയ ട്രേഡിംഗ് ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം എന്നുള്ള രീതിയിൽ 2024 ഡിസംബർ അവസാനമായപ്പോൾ എക്സിനസിൽ അക്കൗണ്ട് എടുക്കുകയും, ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അക്കൗണ്ട് എടുക്കുകയും അതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച 1 ലക്ഷം രൂപക്ക് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2024 ഡിസംബർ 30 മുതൽ ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എക്സിനസ് എന്ന് പറയുന്ന ബ്രോക്കറിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് പല രീതിയിലായിട്ട് റിജക്റ്റ് ആവുകയായിരുന്നു. അങ്ങനെ ഇവിടെ നമുക്ക് നോക്കാം 31 ഒക്കെ നാം പല പ്രാവശ്യം ശ്രമിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 2025 ജനുവരി 7 ഞാൻ ഓൺലൈൻ ബാങ്കിങ് വഴി ഓൺലൈൻ ട്രാൻസ്ഫറിങ് ചെയ്തുകൊണ്ട് 5000 രൂപ എക്സിനസിലേക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അതായത് പണം ആഡ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് 1 ലക്ഷം രൂപ ആഡ് ചെയ്യണം. അങ്ങനെ 1 ലക്ഷം രൂപക്ക് നമുക്ക് 0.2% പ്രോഫിറ്റ് കൺസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 0.2% പ്രോഫിറ്റ് എടുക്കുക, അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഡെയിലി 200 രൂപ അല്ലെങ്കിൽ ഒരു ട്രേഡിൽ നിന്നും 200 രൂപ ലാഭം എടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ പലപ്പോഴും ട്രേഡറായിട്ട് വരുന്ന പലപ്പോഴും ഞാനടക്കം പല ആളുകളും 1 ലക്ഷത്തിന് വലിയ സംഖ്യകൾ അല്ലെങ്കിൽ വലിയ ലാഭങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. അതായത് 500 രൂപ, 1000 രൂപ, 2000 രൂപ ഡെയിലി ലഭിക്കും എന്നുള്ള ഒരു അസംഷനിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പണക്കാരനാകുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ട്രേഡിങ്ങിലേക്ക് ആളുകൾ വരുന്നത്. അവിടെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന വളരെ മഹത്തായിട്ടുള്ള ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ടുള്ള കോമ്പൗണ്ടിങ് വരുന്നത്. അത് നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ എത്ര പ്രതീക്ഷിക്കണം എന്ന് പോലും നമുക്കറിയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 1 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ 1 ലക്ഷം രൂപ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി 0.2%, അതായത് 200 രൂപ ലാഭം ലഭിക്കുകയാണ് എങ്കിൽ
ഇത് നമ്മൾ തുടർച്ചയായിട്ട് 10 വർഷം ബിസിനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിട്ട് മാറും എന്ന് നോക്കാം. അത് നമ്മൾ കോമ്പൗണ്ടിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ലഭിക്കും. അതായത് ഇവിടെ നമുക്ക് നോക്കാം 10 വർഷം 1,00,000 രൂപ ഡെയിലി 200 രൂപ ലാഭം കിട്ടുന്ന രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ 0.2% ലഭിക്കുകയാണെങ്കിൽ, അത് നമ്മൾ കോമ്പൗണ്ടിങ്ങിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ 14,69,54,734 രൂപയായി വളരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള. അപ്പോൾ ആ 200 രൂപ അല്ലെങ്കിൽ 0.2% എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം വലിയ ലാഭമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പലപ്പോഴും ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾ 1,00,000 രൂപക്ക് 500 രൂപ, 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 10,000 രൂപയ്ക്ക് ലാഭം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്നും ബഹുദൂരം തെറ്റിയിട്ടാണ് നമ്മളെ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, നമ്മൾ ഡെയിലി 1% പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ചിന്തിക്കുക. ഡെയിലി 1% ആണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത് എങ്കിൽ, അതായത് 1,00,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു ദിവസം 1000 രൂപ ലഭിക്കും എന്നുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് ഈ എമൗണ്ട് ഇതുപോലെ ആയി മാറും. 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10,000 കോടി, ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹ്യൂജായിട്ട് അത് വളരും. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മളെ ക്യാപിറ്റലിൻ്റെ 1% എടുക്കാൻ കഴിയും എങ്കിൽ 10 വർഷം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ലഭിക്കും. അപ്പോൾ ഈ ഇത്രയും വലിയൊരു ഫിഗർ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല അത്ര വലിയൊരു ഫിഗർ ലഭിക്കുമോ എന്നുള്ളത്. എങ്കിൽ നമ്മൾ ഇന്നത്തെ ലാഭമാണെങ്കിലോ അത് നമ്മൾ വലിയ ഒരു 1000 രൂപ പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും ഒരു മിസ്മാച്ച് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിൽ നിന്നും നമുക്കുണ്ടാകാവുന്ന റിട്ടേൺ എത്രയാണ് എന്നുള്ള റിയലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മൾ 0.2 അല്ലെങ്കിൽ 0.3% ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 0.2% എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നത് 1,00,000-ന് അത് 14,69,54,736 രൂപയാവും. അതിനെന്താ ചെയ്യേണ്ടുള്ളൂ? 10 വർഷം തുടർച്ചയായിട്ട് കോമ്പൗണ്ടിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. അതായത് നമ്മളെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിൻ്റെ 0.2% എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ട്രേഡിങ്ങിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ലാഭം കുറച്ചുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുക. എല്ലാവരും അതിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ പക്ഷേ പലപ്പോഴും നമ്മൾ എത്ര ലാഭം എടുക്കണം എന്നുള്ളിടത്ത് നമ്മൾ കാൽക്കുലേഷൻ തെറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വശം. അങ്ങനെ ഞാനിതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു 7-ാം തീയതിയാണ് ഞാനിതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എത്ര രൂപയാണ്? 5000 രൂപയാണ്. എൻ്റെ പ്ലാൻ എത്രയാണ്? 1,00,000 രൂപയാണ്. 1,00,000 രൂപ ഇട്ടിട്ട് 200 രൂപ ഡെയിലി ഏൺ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അത് 1,10,000 ആവും, 1,10,000 ആവും. അപ്പോൾ 1,10,000-ന് 0.2% അങ്ങനെ അത് കോമ്പൗണ്ടിങ്ങിലൂടെ ലാഭമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ 5000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു 5000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനും ആ പെർസെൻറ്റേജ് ലഭിക്കുന്നുണ്ടോ നോക്കാം. നമുക്ക് 1,00,000-ൻ്റെ പെർസെൻറ്റേജ് 200 ആണല്ലോ, 5000-നും 0.2% ഉണ്ടല്ലോ, അത് ഏൺ ചെയ്യാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുകയാണെങ്കിൽ നമ്മൾ ബാക്കി പണം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതായത് നമ്മളെ ബിഹേവിയർ, അതായത് ട്രേഡിംഗ് ബിഹേവിയർ ചേഞ്ച് ആയിട്ടുണ്ടോ? അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയും ആ 5000 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പണം നഷ്ടപ്പെടും അല്ലേ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ട്രേഡിംഗ് പോകുന്നതെങ്കിൽ ഈ പണം നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ബിഹേവിയർ മാറിയിട്ടില്ല, നമുക്ക് ക്ഷമ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ട്രേഡിംഗ് സൈക്കോളജി റെഡി ആയിട്ടില്ല എന്നുള്ളത് ചിന്തിക്കാമെന്നുള്ളതിലേക്ക് ഞാൻ അത് 5000 കൊണ്ട് ട്രേഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 7-ാം തീയതി ഇവിടെ കണ്ടോ നിങ്ങൾ, ഡെപ്പോസിറ്റ് 7-ാം തീയതിയാണ്. 7-ാം തീയതി ഞാൻ ട്രേഡ് ചെയ്തു. അങ്ങനെ ഞാൻ ട്രേഡ് ചെയ്തതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയാണിത്. ഇവിടെ കാണാൻ നമുക്ക് ട്രേഡിംഗ് ഹിസ്റ്ററി അല്ലേ, ട്രേഡിംഗ് ഓർഡർ ഹിസ്റ്ററിയാണ്. ഇതിൽ ഞാൻ ട്രേഡ് ചെയ്ത കംപ്ലീറ്റ് ട്രേഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 7-ാം തീയതി മുതലുള്ള ട്രേഡുകൾ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ XAU USD എന്ന് പറയുന്നത് ഗോൾഡാണ്. നമ്മൾ ട്രേഡിങ്ങിൽ പഠിക്കുന്നുണ്ട്. XAU USD ആണ് ഗോൾഡ്. ഞാൻ എന്ത് ചെയ്തു? സെല്ല് ചെയ്തിട്ട് എനിക്ക് $0.56 പ്രോഫിറ്റ് ലഭിച്ചു. അതായത് ഏകദേശം 50 രൂപ ലാഭം ലഭിച്ചു എന്നുള്ള.
അപ്പോൾ ഞാൻ ആ ഒരു ട്രേഡ് എടുത്തു. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് 1 ഔൺസാണ്, അതായത് 01 ലോട്ടാണ് വാങ്ങിയിട്ടുള്ളത്. $2651 അത് സെല് ചെയ്തത്. അത് ബൈ ചെയ്തത് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അതിൻ്റെ എമൗണ്ട് ലാഭം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്ലാൻ എത്രയാണ്, 0.2% ആണ്. എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അന്ന് 7-ാം തീയതി തന്നെ വീണ്ടും അടുത്ത ട്രേഡ് ഇട്ടു. അടുത്ത ട്രേഡിൽ $0.44 കിട്ടി. വീണ്ടും 7-ാം തീയതി ട്രേഡ് ഇട്ടു. വീണ്ടും $0.42 ലഭിച്ചു. വീണ്ടും 7-ാം തീയതി ട്രേഡ് ഇട്ടു. അതിൽ 0.23 എനിക്ക് ലോസ് വന്നു. അപ്പോൾ ലോസ് വന്നാൽ പെട്ടെന്ന് കട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ, അതായത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ട്രേഡ് ചെയ്തു. അങ്ങനെ 7-ാം തീയതി ഞാൻ വീണ്ടും ട്രേഡ് ചെയ്തു. അതിൻ്റെയൊക്കെ ലാഭങ്ങൾ കാണാം അവിടെ. 7-ാം തീയതി അങ്ങനെ 7-ാം തീയതി കുറേ 7-ാം തീയതി ഒരുപാട് ട്രേഡ് ചെയ്തു. അതിലൊക്കെ ചെറിയ ലാഭങ്ങൾ ചെറിയ നഷ്ടങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്തു, അത് ട്രേഡ് ചെയ്ത് ഞാൻ ലാഭം എടുത്തു. അങ്ങനെ ഓരോ ദിവസം. പിന്നെ 8-ാം തീയതി ട്രേഡ് ചെയ്തു. അതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ കാണാം. ലോസ് വന്നിട്ടുണ്ട്, പലപ്പോഴും ലോസ് വന്നിട്ടുണ്ട്, ലാഭവും വന്നിട്ടുണ്ട്. അപ്പോൾ വിൻ ലോസ് റേഷ്യോ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ലാഭത്തേക്കാൾ കൂടുതലായിരിക്കും. ഇങ്ങനെ കുറേ തിയറികളുണ്ടല്ലോ. അപ്പോൾ ആ തിയറികളൊക്കെ ഇതിൽ പ്രാവർത്തികമാകുന്ന രീതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 8-ാം തീയതി ഉണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് 9-ാം തീയതി വീണ്ടും ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. 4.73 നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിച്ചു. പിന്നെ 1.19 കിട്ടി, 2.5 കിട്ടി. ഇങ്ങനെ അത് പ്രോഫിറ്റ് ലഭിച്ചു 9-ാം തീയതി. അത് കഴിഞ്ഞ് 10-ാം തീയതി ചെയ്ത ട്രേഡുകളാണ് 1, 2, 3, 4, 5, 6, 7, 8, 9 ട്രേഡ് ചെയ്തു. ഈ 9 ട്രേഡും എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. ഇനി 11-ാം തീയതി വന്നപ്പോൾ വീണ്ടും 11, 1, 2, 3, 4, 5, 6 ട്രേഡ് ഞാൻ 11-ാം തീയതി ചെയ്തു. അതും ഫുള്ള് പ്രോഫിറ്റ്. അതായത് നമുക്ക് ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ട്രേഡിങ്ങിൽ പഠിക്കുന്ന കാര്യമാണ്. സാധ്യതയുള്ള ട്രേഡുകളെ നമ്മൾ എടുക്കാവൂ. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ട്രേഡുകൾ എടുക്കുക. അതിൽ തന്നെ തെറ്റാം, അപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് 12-ാം തീയതി വീണ്ടും ട്രേഡ് ഇട്ടു. 1, 2, 12-ാം തീയതി 2 ട്രേഡാണ് ഇട്ടത്. ഏകദേശം $1.50 അടുത്ത് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് 12-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഞാൻ 13, 14, 15, 16, 17 തീയതികളിൽ ട്രേഡ് ചെയ്തിട്ടില്ല. പിന്നെ 18-ാം തീയതിയാണ് ട്രേഡ് ചെയ്തത്. 18-ാം തീയതി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 ട്രേഡ് ഞാൻ ചെയ്തു. ആ 19 ട്രേഡിൽ ഏകദേശം 1-2 ട്രേഡുകൾ മാത്രമേ തെറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം 19-ാം തീയതി കഴിഞ്ഞു, 20-ാം തീയതി, അങ്ങനെ ഓരോ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ്. ഇപ്പോൾ 20-ന് 1, 2, 3, 4, 5, 6, 7 ട്രേഡ് ചെയ്തു. 7 ട്രേഡിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഏകദേശം 12, 13, 15 പ്രോഫിറ്റ് ലഭിച്ചു. അതിൽ നിന്നും ഏകദേശം $11 ലോസ് ലഭിച്ചു. ബാക്കി ഏകദേശം $6, $4 അടുത്ത് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ 2 മാസം തുടർച്ചയായിട്ട് ഞാൻ ട്രേഡ് ചെയ്തു. അതിൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡിംഗ് ഹിസ്റ്ററിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 24-ാം തീയതി ജനുവരി ഇവിടെ നമ്മൾ നോക്കാം. കൂടുതൽ പ്രാവശ്യവും നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് ലഭിക്കാൻ കാരണം? നമ്മൾ സാധ്യതയുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിങ്ങനെ വന്നു കണ്ടോ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 1, 2, 3, 4 ട്രേഡുകൾ എന്ത് ചെയ്ത് ഫെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് അതിലേറെ ലാഭം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ടാർഗറ്റിലെത്തിയപ്പോൾ നമ്മൾ നഷ്ടങ്ങൾ ക്ലോസ് ചെയ്ത് ആ ടാർഗറ്റിൽ നിലനിന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ട്രേഡിംഗ് ഹിസ്റ്ററിയാണ് ഇതുള്ളത്. അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റിൽ നിലനിൽക്കാൻ പറ്റിയിട്ടുണ്ട്. 2 ദിവസമാണ് നമുക്ക് ടോട്ടലി ലോസ് വന്നിട്ടുള്ളത്. അതായത് ഒരു ദിവസത്തെ ടോട്ടൽ ട്രേഡിൽ ഒരു ദിവസം തന്നെ നമ്മൾ 10, 15 അല്ലെങ്കിൽ 7, 8 ഒക്കെ ട്രേഡുകൾ എടുക്കും. അതിൽ ടോട്ടലി ലോസ് വന്നിട്ടുള്ളത് 2 ദിവസമാണ്. ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ട്രേഡിംഗ് ഹിസ്റ്ററി. നമ്മൾ പലപ്പോഴും നമ്മളെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് റിവീൽ ചെയ്യുമ്പോഴും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിന് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആളുകൾ പറയില്ല. ട്രേഡർമാർ എന്ത് ചെയ്യുന്നു ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെന്താണ് ഓരോ ദിവസവും ചെയ്തിട്ടുള്ളത്, അവർക്ക് ഓരോ ദിവസവും എത്രയാണ് നഷ്ടം വന്നിട്ടുള്ളത്, അവരെത്രയാണ് ലാഭം കണക്കാക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലായാൽ നമുക്കതുപോലെ ട്രേഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജനുവരി 31-ാം തീയതി ഇവിടെ നമ്മൾ ട്രേഡ് ഇട്ട് ഇവിടെ കാണാം.
ജനുവരി 31 ഇവിടെ നമ്മൾ ട്രേഡ് ഇട്ടൊന്ന് എണ്ണി നോക്കാം നമുക്ക്. ജനുവരി 31 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 ട്രേഡ് ഇട്ടുണ്ട്. ഈ 37 ട്രേഡിൽ നിന്ന് നമുക്ക് വന്ന ലാഭനഷ്ടങ്ങൾ കണക്കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ടോട്ടലി ലോസ് ആയിരുന്നു. കാരണം നമുക്ക് ലോസ് വന്നു, അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ട്രേഡുകൾ കൂടുതൽ ഇട്ടു, പക്ഷേ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല, നമ്മളത് നഷ്ടത്തിൽ ക്ലോസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അപ്പുറത്ത് പറയാം എത്രയാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ ടോട്ടലി നമ്മളെന്ത് ചെയ്തു, ഇതിൽ പ്രോഫിറ്റിൽ നിലനിന്നിട്ടുണ്ട്. 4-ാം തീയതി 5-ാം തീയതി ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മളെ ട്രേഡിംഗ് ഹിസ്റ്ററിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോ ദിവസത്തെയും ഓരോ ട്രേഡുകൾ 14-ാം തീയതി 3:34 നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡിൽ നമുക്ക് കിട്ടിയ ലാഭം അങ്ങനെ തന്നെ ഇതിൽ കാണാൻ കഴിയും. ഇവിടെ ഫെബ്രുവരി 14-ാം തീയതി നമുക്ക് കുറച്ച് ലോസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ട്രേഡിംഗ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിക്കാനുള്ള. 21 ഇങ്ങനെ വന്നിട്ട് 20 മാർച്ച് 28-ാം തീയതി കഴിഞ്ഞ് പിന്നെ മാർച്ച് 1 കഴിഞ്ഞ് മാർച്ച് 2 മാർച്ച് 3 മാർച്ച് 4 മാർച്ച് 5 മാർച്ച് 6 വരെ നമ്മൾ ട്രേഡ് ചെയ്തു. അതായത് ജനുവരി 7 മുതൽ മാർച്ച് 6 വരെ 2 മാസം നമ്മൾ ട്രേഡ് ചെയ്തതിൻ്റെ ട്രേഡിംഗ് ഹിസ്റ്ററിയാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സമ്മറി നോക്കാം നമുക്ക്. നമ്മളെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 5000 രൂപ, അതായത് $54 അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് വന്നത് $496 വന്നു. അതായത് നമ്മളെ ക്യാപിറ്റൽ 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു 2 മാസം കൊണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമുക്കും ഒരു പേഴ്സൻറ്റേജ് അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോഫിറ്റ് പറയാൻ പറ്റി, അല്ലെങ്കിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ പ്രോഫിറ്റ് കാണാൻ നമുക്ക്, നമ്മളെടുത്ത പ്രോഫിറ്റ് 1619.34 USD ആണ്. നമ്മളെ ലോസ് എത്ര ഉണ്ട്, 1123 സംതിങ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എടുത്തതും ലോസ് വന്നതും മാറ്റി നോക്കുമ്പോൾ നമുക്ക് റിയൽ ആയിട്ട് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് $496 വെറും 2 മാസം, അതായത് ജനുവരി 7 ടു മാർച്ച് 6 വരെ. നമ്മൾ ചെയ്ത ടോട്ടൽ ഓർഡറുകൾ എത്രയാണ്, ക്ലോസ്ഡ് ഓർഡറുകൾ 939 ട്രേഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ട്രേഡിംഗ് ഹിസ്റ്ററി പറഞ്ഞല്ലോ, 1 2 3 ഇങ്ങനെ എണ്ണിയില്ല, അങ്ങനെ 939 ട്രേഡുകളാണ് നമ്മളിതിൽ ട്രേഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രോഫിറ്റബിൾ ട്രേഡുകൾ എത്ര ഉണ്ട്, 704 പ്രോഫിറ്റബിൾ ട്രേഡുകളാണ്. അത് നമ്മൾ എടുത്ത ട്രേഡിൽ ഈ 939 ട്രേഡിൽ 704 ട്രേഡും പ്രോഫിറ്റ് ആയിരുന്നു. 235 ട്രേഡുകൾ അത് ലോസിൽ വന്നു, നമ്മളത് ലോസിൽ ക്ലോസ് ചെയ്തു. നമ്മൾ ട്രേഡിംഗ് വോളിയം നോക്കാം. നമ്മൾ ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ്, $54 മാത്രമാണ്. ആ $54 ഉപയോഗിച്ച് നമ്മളതിൽ നിന്ന് ലാഭം എടുത്ത് ആ ലാഭവും ഉപയോഗിച്ച് നമ്മൾ ടോട്ടലി 2 മാസം കൊണ്ട് ട്രേഡ് ചെയ്ത എമൗണ്ട്, ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് $70,13,268 ബിസിനസ് ചെയ്തു. $54 കൊണ്ട് 70,13,000, അതായത് 70 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വാങ്ങൽ വിൽക്കൽ നടത്തി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് കൊണ്ട് വലിയ ബിസിനസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു സാധ്യതയാണ്. നമുക്കതുകൊണ്ട് ലാഭമെടുക്കാനുള്ള, പ്രോഫിറ്റ് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമ്മളെ ഇക്വിറ്റി ഇപ്പം എത്ര ഉണ്ട്, നമ്മൾ $554 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മളെ ഇക്വിറ്റി $550 മാറിയിട്ട് 2 മാസം കൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതിലേക്കാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ മുന്നിൽ റിവീൽ ചെയ്തത്. നമുക്കും ആഗ്രഹം ഉണ്ടാവില്ല നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആളുകൾക്ക് റിവീൽ ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ആ ഒരു സന്തോഷം അത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റിവീൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഇതിപ്പോൾ ട്രേഡിംഗ് ആണ്, ലാഭമുണ്ടാകാം നഷ്ടമുണ്ടാകാം, നാളെ ഇത് നഷ്ടപ്പെടാം, പറയാനും പറ്റില്ല, നമ്മൾ ശ്രദ്ധിക്കും എങ്കിലും. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതൊക്കെയാണ്. നമ്മൾ ഇത് നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത ഇത് $1000 ആകുമ്പോൾ നമ്മൾ വീണ്ടും റിവീൽ ചെയ്യും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ അത് അവിടെ എത്തട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇനി ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പ്രോഫിറ്റ് ലോസ്, അതായത് പ്രോഫിറ്റും ഉണ്ട് നമുക്ക് ലോസും ഉണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രീൻ ആയിട്ടാണ് കാണിക്കുക, ലോസ് ആണെങ്കിൽ ഇതാണ്. ഇത് ഓരോ ആഴ്ചത്തതാണ്. ജനുവരി 6 മുതൽ ഏകദേശം ജനുവരി 13 വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭം 41.94 നെക്സ്റ്റ് അത് കഴിഞ്ഞ് 13 മുതൽ 23 വരെ $30 നെക്സ്റ്റ് വീക്കിൽ നമുക്ക് $25. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ജനുവരി 27 നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് $51 നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രോഫിറ്റ് $53 ഫെബ്രുവരി 3 ആ ആഴ്ചയിൽ. നെക്സ്റ്റ് നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം ഫെബ്രുവരി 3 $83. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 10 ഫെബ്രുവരി 10 വന്നിട്ടുള്ള ബിസിനസ് പറഞ്ഞാൽ $6.82 ലോസ് ആയിരുന്നു. അത് ലോസാണ്, ആ ആഴ്ച നമുക്ക് ലോസാണ്. ടോട്ടലി നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. ലോസ് ഏത് ദിവസമാണെന്നുള്ളത് ഞാൻ പറയാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ $77 പ്രോഫിറ്റ് ലഭിച്ചു. ഇവിടെ നമുക്ക് $105 പ്രോഫിറ്റ് ലഭിച്ചു. ഇവിടെ നമുക്ക് $86 പ്രോഫിറ്റ് ലഭിച്ചു. അപ്പോൾ നമുക്ക് ടോട്ടലി ഒരാഴ്ച മാത്രമാണ് ലോസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡേറ്റൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലോസ്ഡ് ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ, ക്ലോസ് ചെയ്ത ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ജനുവരി 6 ആഴ്ച, ജനുവരി 6 to 13 വരെയുള്ള ആഴ്ചയിൽ പ്രോഫിറ്റബിൾ ട്രേഡ് 47, അൺപ്രോഫിറ്റബിൾ ലോസ് ആയിട്ടുള്ളത് 4 ട്രേഡുമാണ്. പിന്നെ നെക്സ്റ്റ് വീക്കിൽ 29 പ്രോഫിറ്റബിൾ ട്രേഡും 6 ലോസുമാണ്, അല്ല 9 ലോസുമാണ്. നെക്സ്റ്റ് ഇവിടെ കാണാം പ്രോഫിറ്റബിൾ ട്രേഡ് 34, അൺപ്രോഫിറ്റബിൾ 5. നെക്സ്റ്റ് വീക്കിൽ അതായത് ജനുവരി 27 മുതലുള്ള ഒരാഴ്ച പ്രോഫിറ്റബിൾ ട്രേഡ് 140, അൺപ്രോഫിറ്റബിൾ ട്രേഡ് 41. നെക്സ്റ്റ് ഇവിടെ 85-18, ഇതിൽ 70-21, ഇവിടെ 111-37, ഇവിടെ 100-57. നെക്സ്റ്റ് ലാസ്റ്റ് വീക്ക് മാർച്ച് 3 മുതൽ മാർച്ച് 6 വരെ നമുക്ക് 88 ട്രേഡ് പ്രോഫിറ്റബിൾ ആണ്, 43 ട്രേഡ് ലോസുമാണ്. ഇനി ട്രേഡിംഗ് വോള്യം നമ്മൾ ചെയ്തിട്ടുള്ള ട്രേഡിംഗ് വോള്യം 6-ാം തീയതി നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഞാൻ പറഞ്ഞു $54 ഇൻവെസ്റ്റ് ചെയ്ത്. അതിൽ നിന്നും നമ്മൾ ട്രേഡിംഗ് വോള്യം നമ്മൾ അത് ഉപയോഗിച്ച് വാങ്ങിയ എമൗണ്ട് എത്ര രൂപയുടെ അസറ്റ് വാങ്ങി എന്നുള്ളതാണ്. $2,43,945 അസറ്റുകൾ വാങ്ങി വിറ്റു. നെക്സ്റ്റ് വീക്കിൽ $1,62,294 അസറ്റ് വാങ്ങി വിറ്റു. നെക്സ്റ്റ് വീക്കിൽ $2,26,000 അസറ്റ് വാങ്ങി വിറ്റു. നെക്സ്റ്റ് നമ്മൾ $18,71,583 ഇത് വിറ്റു. ഒരാഴ്ചത്തെ കണക്കാണ്ടോ, ജനുവരി 27, 28, 29 എന്നുള്ള ആ ഒരു ആഴ്ച. നെക്സ്റ്റ് വീക്കിൽ ഫെബ്രുവരി 3 വരുന്നതിന് ശേഷമുള്ള വീക്കിൽ $6,08,187 അസറ്റ് വാങ്ങി വിറ്റു. നെക്സ്റ്റ് ഫെബ്രുവരി 10 $8,91,000, ഇവിടെ $10,90,000 അസറ്റുകൾ വാങ്ങി വിറ്റു. ഇവിടെ $11,79,000. ഇവിടെ നമ്മൾ നോക്കിയാൽ $7,39,744 അസറ്റുകൾ വാങ്ങി വിറ്റു. ഇത് മാർച്ച് 3 മുതൽ, മാർച്ച് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ഡേറ്റ് മാർച്ച് 9 മാർച്ച് 9. അപ്പോൾ ഇത് മാർച്ച് 6 വരെയുള്ള കണക്കാണ് നമ്മളെടുത്ത് ഉള്ളത്. 6 വരെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. ഇനി ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ജനുവരി 10 ഡിസംബർ 10 നമ്മളെടുത്ത് ക്യാപിറ്റൽ 0 ആണ് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കിയാൽ $0 USD എന്നിങ്ങനെ കാണാം. ഇവിടെ എത്തി 6-ാം തീയതി $0 ആണ്. 7-ാം തീയതി വന്നപ്പോൾ നമ്മളിതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര? $54. അതിനുശേഷം അന്ന് കിട്ടിയ പ്രോഫിറ്റ് $6 അടക്കം $60 നെക്സ്റ്റ് ഡേ 7-ാം തീയതി, 7 കഴിഞ്ഞ് 8-ാം തീയതി വന്നപ്പോൾ അത് 69.65 അതായത് രണ്ടാമത്തെ ദിവസം നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് $9. നെക്സ്റ്റ് ഡേ 9-ാം തീയതി, അതായത് 8-ാം തീയതി 69 തന്നെയാണ്. 9-ാം തീയതി 83, 10-ാം തീയതി 91,
11-ാം തീയതി 94 11-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 12, 13, 14, 15 നമുക്ക് ട്രേഡ് ഇല്ല. ഒക്കെ 96.29 തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 18-ാം തീയതി ഇവിടെ ഒരാഴ്ചയോളം നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. 18-ാം തീയതി 103 പിന്നെ 19-ാം തീയതി 126, 20-ാം തീയതി 131, 21-ാം തീയതി 139, 21-ാം തീയതി 139 തന്നെയാണ്. 23-ാം തീയതി 140, 24-ാം തീയതി 152, 27-ാം തീയതി 156, 190. അങ്ങനെ കഴിഞ്ഞ് 28-ാം തീയതി 30-ാം തീയതി നമുക്ക് വന്നിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് 210 ടോട്ടൽ 54 എന്നുള്ള 210 മാറി. അത് കഴിഞ്ഞ് 30-ാം തീയതി കഴിഞ്ഞ് 31-ാം തീയതി ആയപ്പോൾ നമ്മൾക്ക് അന്ന് $38 ലോസ് വന്നിട്ട് നമ്മളെ ക്യാപിറ്റൽ എത്രയായി? 175. 210 $35 ലോസ് വന്ന് 175 മാറി. 131-ാം തീയതിയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ഫെബ്രുവരി 1-ാം തീയതി നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. ഫെബ്രുവരി 2-ാം തീയതി അത് 204 മാറി. അതായത് 175 ഉള്ളത് 204 മാറി. അതായത് പ്രോഫിറ്റിലേക്ക് വന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഈ ഫെബ്രുവരി 3 ആകുമ്പോൾ 221, 210 ബീറ്റ് ചെയ്ത് ആ $38 ലോസ് 3 ദിവസം കൊണ്ട് കവർ ചെയ്ത് 221. അത് കഴിഞ്ഞ് ഫെബ്രുവരി 4-ാം തീയതി 230. അങ്ങനെ അത് കയറി വന്നു. അതിനുശേഷം ഒന്നും ലോസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഫെബ്രുവരി 13-ാം തീയതി $349 മാറി. അത് കഴിഞ്ഞ് ഈ ഡേറ്റ് എന്നാണ്? ഫെബ്രുവരി 13. ഫെബ്രുവരി 13-ാം തീയതി കഴിഞ്ഞ് ഫെബ്രുവരി 14-ാം തീയതി ആയപ്പോൾ 349 നിന്നും $68 ഒരു ദിവസം ലോസ് വന്നു. നമുക്ക് വലിയൊരു ഫാളിങ് വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ പോയി. പോയപ്പോൾ നമുക്ക് $68 ലോസ് വന്നു. നമ്മൾ 280 മാറി. 349 എന്നുള്ളത് നമ്മൾ 280. നമ്മളത് താഴേക്ക് വന്നപ്പോൾ ഒരു പരിധി വിട്ടപ്പോൾ നമ്മളത് ലോസിൽ ക്ലോസ് ചെയ്ത് ഒഴിവാക്കി. അതായത് ആ ലോസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് വീണ്ടും 280 വീണ്ടും എന്ത് ചെയ്തു? അത് ഓരോ ദിവസങ്ങളിലായിട്ട് കൂടി വന്നു. ഇവിടെ ഇങ്ങനെ അതിൻ്റെ സ്റ്റെപ്പ് കാണാൻ പറ്റുമെങ്കിൽ ഓരോ ദിവസം 330 അങ്ങനെ കൂടി വന്നു. അതിപ്പോൾ 409. പിന്നെ ഈ 2 ദിവസങ്ങളിലാണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത് ദിവസാടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ 550, അതായത് മാർച്ച് 6-ാം തീയതി മുതൽ മാർച്ച് 5-ാം തീയതി 530, മാർച്ച് 6-ാം തീയതി 550, മാർച്ച് 7-ാം തീയതി, അതായത് മാർച്ച് 6-ാം തീയതി വരെയുള്ള ട്രേഡാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2 ദിവസം, ഇപ്പോൾ 3 ദിവസമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്തില്ല. ഇനി തിങ്കളാഴ്ച നാളെ മുതൽ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ ഈ ഒരു 2 മാസത്തെ ജേണിയാണ് ഇവിടെ കാണുന്നത്. ഈ ജേണിയിൽ നമുക്ക് 2 പ്രാവശ്യമാണ് എന്ത് ചെയ്ത് ഒരു ലോസ് വന്നിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ട്രേഡ് ചെയ്യാൻ കഴിയും. അതിനെന്ത് ചെയ്യണം? നമ്മളതിൻ്റെ A to Z നമ്മൾ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഞാനത് പഠിച്ചു. അതായത് മുമ്പ് കുറേ ആയിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ട്രേഡ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ ചെറിയ തെറ്റുകൾ വരെ തിരുത്തേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു എന്നുള്ളതിലേക്ക് ട്രേഡ് ചെയ്യും. അതിൽ നമുക്ക് ലോസ് വരും. പിന്നീട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് കാര്യങ്ങൾ പഠിക്കും. അപ്പം നമ്മൾ കുറേയും കൂടെയൊക്കെ ട്രേഡിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ലോസ് കുറക്കാനും കഴിയും. പക്ഷേ നമ്മളെ ട്രേഡിംഗ് സൈക്കോളജി നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മളെ മനസ്സിൽ ചില തെറ്റുകളുണ്ടെന്നും അത് മാറേണ്ടതുണ്ടെന്നും അത് മാറ്റാനുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യേണ്ടതുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ബോധ്യപ്പെട്ട് ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ട്രേഡറായിട്ട് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ട്രേഡറായി വരുന്ന എല്ലാവർക്കും പങ്കുവെക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. കാരണം എല്ലാവരും ലാഭം കൂടുതൽ കിട്ടുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ കഴിയും ഈ ഫീൽഡിൽ എന്നുള്ളതിലേക്ക് പെട്ടെന്ന് വരികയും അവരുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയും വലിയ നഷ്ടത്തിലാവുകയും ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ടെൻഡൻസി ഇല്ല. ഇനി പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മളെ ക്യാപിറ്റൽ തീരുന്ന ഒരവസ്ഥയാണ് ഞാൻ ട്രേഡർമാരിൽ, അതായത് ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകളിൽ കണ്ടിട്ടുള്ളത്. പലപ്പോഴും പഠിക്കാൻ വളരെ മടിയാണ്, അത് പ്രാക്ടീസ് ചെയ്യാൻ അതിലേറെ മടിയാണ്. നമ്മളെ സൈക്കോളജി മാറ്റാൻ തീരെ റെഡി അല്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അതിൽ നിന്ന് മാറുകയും
കറക്റ്റായിട്ട് ഇതൊരു പ്രൊഫഷനാണ്. ഇപ്പോൾ ഡോക്ടറാണെങ്കിലും എൻജിനീയർ ആണെങ്കിലും ഏത് പണക്കാരായിട്ടുള്ള ബിസിനസ്സുകാരാണെങ്കിലും അവർക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവരിൽ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവരുടെ പഠനമൊക്കെ അതിനെ വിജയിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ട്രേഡിങ്ങിലും അങ്ങനെയാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഒരു ട്രേഡർ ആകാൻ ശ്രമിക്കുന്ന ആൾ എന്നുള്ളതിലേക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ചെയ്യുന്നതെന്തോ അത് കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫിറ്റാക്റ്റിന് ട്രേഡിംഗ് കോഴ്സ് ഉണ്ട്, ഫോറസ്റ്റ് ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ഉണ്ട്. ഏകദേശം 60ഓളം വീഡിയോകളിലായിട്ട്, അരമണിക്കൂറിൻ്റെ 60ഓളം വീഡിയോകളിലായിട്ട് ബേസിക് ട്രേഡിംഗ് മുതൽ അതിൻ്റെ സൈക്കോളജി വരെ അതിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ കോഴ്സുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ള ആളുകൾക്ക് അതെടുക്കാവുന്നതുമാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്ററിൽ നമ്മളൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരു 1000 10,000 ഇപ്പം ഞാൻ പറഞ്ഞു 5000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ 0.2% ഡെയിലിയിൽ 10 വർഷം നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ എത്രയായി മാറും എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 73 ലക്ഷമായിട്ട് മാറും. ഇതാണല്ലോ അതിൻ്റെ കാൽക്കുലേറ്റ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? 10 വർഷം കാത്തിരിക്കണം. ഈ 10 വർഷത്തെ കാത്തിരിപ്പ് പലപ്പോഴും നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കാവൂ. 10 വർഷം കാത്തിരിക്കണ്ടേ? നമുക്ക് അങ്ങനെ കാത്തിരിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു 939 ട്രേഡ് കഴിഞ്ഞു. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്ററിൽ ഞാൻ 0.2% പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ 3 വർഷം ഒരു ദിവസം ഞാൻ 0.2 എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര വരണം? ഇപ്പോൾ 939 ട്രേഡിംഗ് ഡേ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇവിടെ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ 900ഓളം ട്രേഡുകൾ ഇട്ടു അല്ല 2 മാസം കൊണ്ട്. അപ്പോൾ ആ 2 മാസം കൊണ്ട് ഞാൻ 939 ദിവസം കഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞു പോയി. ഏതിൽ? ഈ പറഞ്ഞത് 3 വർഷം കഴിഞ്ഞു പോയി. 3 വർഷം കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ എത്രയായി മാറണം? 39,000 രൂപയായി മാറണം. ഇതാണല്ലോ അതിൻ്റെ കണക്കുള്ളത്. 39,000 രൂപയായി മാറണം. അപ്പോൾ ടോട്ടൽ അല്ല 39,000 അല്ല, ഫസ്റ്റ് ഇയറിൽ എനിക്ക് ലഭിക്കുന്ന ലാഭം ഫസ്റ്റ് ഇതാണ്. ഒരു കൊല്ലം കഴിയുമ്പോൾ, അതായത് 365 ട്രേഡ് കഴിയുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ 10,000 മാറും. പിന്നെ 365 ക്യാപിറ്റൽ കഴിയുമ്പോൾ 21,000 മാറും. പിന്നെ 365 ഡേ കഴിയുമ്പോൾ എൻ്റെ ക്യാപിറ്റൽ 44,000 മാറണം എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 3 വർഷത്തെ ട്രേഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു 2 മാസം കൊണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊക്കെ നമ്മളൊരു കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഞാൻ പറയാൻ മാത്രം. അപ്പോൾ അതിലേറെ അല്ലെങ്കിൽ അതിലേറെ പേയ്മെൻറ്റ്, അതായത് $55,000 കഴിയുമ്പോൾ ഏകദേശം 50,000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 3 വർഷത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എത്രയേ ഉള്ളൂ? 7 വർഷത്തെ വർക്കേ ഉള്ളൂ ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേഷനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇത് സ്പീഡാക്കാൻ കഴിയും എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് പണം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ച റൂളുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. ഊഹത്തിന് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നതാണ് മറ്റുള്ളവർ അവരുടെ PNL ഷെയർ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. നമ്മൾ ഈ 2 മാസം കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഞാനിത് ധൃതിപ്പെട്ട് ഈ 2 മാസം കൊണ്ട് തന്നെ ചെയ്യാൻ കാരണം ട്രേഡിംഗ് ആണ്. ലാഭമുണ്ടാകാം, നഷ്ടമുണ്ടാകാം, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ ഉള്ള ലാഭം നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു എത്തിയ അച്ചീവ്മെൻറ്റ് എന്ത് ചെയ്യുക, ആഘോഷിക്കുക എന്നുള്ള, ആ സന്തോഷം പങ്കുവെക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അടുത്ത ഒരു 2 മാസം കൊണ്ട് ഇത് $1,000 ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ആവുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോ ഇതുപോലെ തന്നെ എൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് റിവീൽ ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കണം എനിക്കത് കഴിയുമെന്നുള്ള, ചിലപ്പോൾ 3 മാസം ആകാം. 3 മാസം കൊണ്ട് ഇത് 1000 ആയാലും മതി. ഞാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റ് റേറ്റ് എങ്കിൽ തന്നെയും വലിയ ഹൈ ആണ് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ഒരാൾ എന്നുള്ളതിലേക്ക്, അല്ലെങ്കിൽ ഒരു ട്രേഡർ ആകാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയേണ്ട പല കാര്യങ്ങളും നമുക്കൊരു കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ
മറ്റുള്ള ആളുകൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കുമ്പോൾ അവരവരുടെ ലാഭം കാണിക്കും. ഇപ്പോൾ 10 ലക്ഷം രൂപ ലാഭം കാണിക്കും. പക്ഷെ അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ 10 ലക്ഷം കിട്ടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ പ്രോഫിറ്റ് എത്ര എടുക്കണമെന്ന് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 5000 രൂപ മുടക്കിയിട്ടാണ്, അല്ലെങ്കിൽ $54 മുടക്കിയിട്ടാണ് $496 പ്രോഫിറ്റ് അടക്കം $550 മാറിയത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് $550 മാറിയത്. അത് ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ഓരോരോ ട്രേഡിൻ്റെ ഹിസ്റ്ററി വെച്ച് പറയാൻ കാരണം, എത്രയാണ് നമ്മൾ എടുക്കേണ്ട ലാഭങ്ങൾ, അതായത് നമ്മളൊരു ട്രേഡ് ഇട്ടാൽ എത്ര ലാഭം എടുക്കാം, എത്രയാണ് നമ്മൾ ലോസ് ആക്കുമ്പോൾ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അപ്പോൾ ആ കമൻറ്റിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വീണ്ടും മറ്റു വീഡിയോകളൊക്കെ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി പറയുന്നു, ഇതിൻ്റെയൊക്കെ ട്രേഡിംഗ് കോഴ്സുകൾ, വളരെ വ്യക്തമായ ട്രേഡിംഗ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ, നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 93 88 00 18 88. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ട്രേഡിങ്ങിലും അതുപോലെ ജീവിതത്തിലും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.